അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം 2ാം ഭാഗത്തിലെ 19ാമത്തെ പാഠം അർ-റഫീഖുൽ അഅ്ല, ഉന്നതമായ കൂട്ടുകാരനിലേക്ക്. അതാണ് റഫീഖുൽ അഅ്ലൻ്റെ അർത്ഥം. ഇൻഷാ അല്ലാഹ് ഈ പാഠത്തിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിനെക്കുറിച്ചും വഫാത്ത് അറിഞ്ഞപ്പോൾ സ്വഹാബികൾക്കുണ്ടായ വേവലാതിയെക്കുറിച്ചും അതിനെക്കുറിച്ചൊക്കെയാണ് ഈ പാഠത്തിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പാഠം വായിക്കാം. മദീന പട്ടണം മരവിച്ചുപോയി. ചിലർ ബോധം കെട്ട് വീണു, ചിലർ വാവിട്ട് കരഞ്ഞു, ചിലർക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. കേട്ടത് ശരിയാണോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായെന്നു. ജീവിതത്തിൻ്റെ സന്തോഷമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാതെ എങ്ങനെ ജീവിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ വിവരം അറിഞ്ഞപ്പോഴുള്ള സംഭവങ്ങളാണ് പറഞ്ഞത്. ചിലരെന്ത് ചെയ്തു? ബോധം കെട്ട് വീണു, ചിലർ വാവിട്ട് കരഞ്ഞു, ചിലർക്ക് സംസാരശേഷി നഷ്ടപ്പെട്ടു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായത് അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, ഉൾക്കൊള്ളുന്നില്ല. ജീവിതത്തിൻ്റെ സന്തോഷമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാതെ എങ്ങനെ ജീവിക്കും? അതായിരുന്നു അവരെ ചിന്ത. ഉമർ റളിയല്ലാഹു അൻഹു വാളെടുത്ത് ഉച്ചത്തിൽ പറഞ്ഞു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായിട്ടില്ല. ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ ഞാൻ അവനെ കൊന്നുകളയും. ഉമർ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ വഫാത്ത് വിവരം അറിഞ്ഞപ്പോൾ പറഞ്ഞതാണ്, വാളെടുത്തുകൊണ്ട് ഉച്ചത്തിൽ പറയാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായിട്ടില്ല. ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ ഞാൻ അവനെ കൊന്നുകളയുമെന്ന്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അന്ത്യചുംബനം നൽകി. തിബ്ത ഹയ്യം വ മയ്യിത, അങ്ങ് ജീവിതത്തിലും മരണത്തിലും എത്ര സംശുദ്ധൻ അദ്ദേഹം പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചുംബനം നൽകി. എന്നിട്ട് പറഞ്ഞതാണ് തിബ്ത ഹയ്യൻ വ മയ്യിത, അങ്ങ് ജീവിതത്തിലും മരണത്തിലും എത്ര സംശുദ്ധൻ അദ്ദേഹം പറഞ്ഞു. തുടർന്ന് ജനങ്ങളെ അഭിമുഖീകരിച്ച് ഇപ്രകാരം പറഞ്ഞു. കാരണം ജനങ്ങളെല്ലാം ഓരോ രീതിയിലാണുള്ളത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ, നിങ്ങൾ ആരെങ്കിലും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അവസ്ഥയും പറഞ്ഞല്ലേ, വാളെടുത്തുകൊണ്ട് നബിതങ്ങൾ വഫാത്തായി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവന് ഞാൻ കൊന്നുകളയുന്ന ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അപ്പോൾ അവരൊക്കെ ഒന്ന് ശാന്തരാക്കാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു അവിടെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. തുടർന്ന് ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് അവിടുന്ന് പറയാണ്, നിങ്ങൾ ആരെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാധിക്കുന്നുണ്ടെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായിരിക്കുന്നു. നിങ്ങൾ അല്ലാഹു തആലയെയാണ് ആരാധിക്കുന്നതെങ്കിൽ അവനെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവന് മരണമില്ല എന്നെന്ത് ചെയ്തു? അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു. നിങ്ങൾ ആരെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാധിക്കുന്നുണ്ടെങ്കിൽ, ആരാധിക്കുന്ന വസ്തു മരിക്കാൻ പാടില്ലല്ലോ, അപ്പോൾ ആരാധിക്കുന്നുണ്ടെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായിരിക്കുന്നു. നിങ്ങൾ അല്ലാഹു തആലയെയാണ് ആരാധിച്ചിരുന്നെങ്കിൽ അവൻ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവന് മരണമില്ല എന്നെന്ത് ചെയ്തു? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. രംഗം ശാന്തമായി. വിഷയങ്ങൾ പറഞ്ഞപ്പോൾ എല്ലാവരും ശാന്തമായി. സഫർ മാസ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പനി ബാധിച്ചു. സഫർ മാസത്തിലെ അവസാനത്തിൽ നബിതങ്ങൾക്ക് പനി ബാധിച്ചു. രോഗം കഠിനമായപ്പോൾ മറ്റു ഭാര്യമാരുടെ സന്തോഷത്തോടെ ആയിഷ ബീവിയുടെ വീട്ടിൽ താമസമാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രോഗം വന്നു. സഫർ മാസ അവസാനത്തിൽ രോഗം കഠിനമായപ്പോൾ എല്ലാ ഭാര്യമാരോടും സമ്മതം ചോദിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ താമസമാക്കി. മസ്ജിദിൽ പോകാൻ കഴിയാതെ വന്നപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഇമാമാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയാസം കണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കരഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിസ്കരിക്കാൻ ഇമാമത്ത് നിൽക്കാൻ പോകാൻ കഴിയില്ല. ആ രൂപത്തിലായപ്പോൾ നബി തങ്ങൾ ആരെയായി ഇമാമത്ത് നിർത്തിയത്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഇമാമാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയാസം കണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കരഞ്ഞു. വാ കർബ അബാ, ഉപ്പയുടെ വിഷമം എന്നെന്ത് ചെയ്തു? ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു. അപ്പോൾ നബി തങ്ങൾ പറയാ, ലൈസ അലാ അബീക്കി കർബുൻ ബഅദൽ യൗം, ഈ ദിവസത്തിന് ശേഷം നിൻ്റെ ഉപ്പാക്ക് വിഷമമില്ല മോളെ. ഫാത്തിമ റളിയല്ലാഹു അൻഹ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അവിടുന്ന് ആശ്വസിപ്പിട്ട് പറയാണ്, ഈ ദിവസത്തിന് ശേഷം നിൻ്റെ ഉപ്പാക്ക് വിഷമമില്ല മോളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ സമാധാനിപ്പിച്ചു.
ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ശരീരത്തിൽ ചാരിയിരുന്ന് മിസ്വാക്ക് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്തു? പല്ല് തേച്ച് മിസ്വാക്ക് ചെയ്തു ആയിഷ ബീവിയുടെ ശരീരത്തിലേക്ക് ചാരിയിരുന്നു കൊണ്ട്. എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫിർ റഫീഖിൽ അഅല എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരലോകം പോകി. ഈ ലോകത്തോട് എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട പറഞ്ഞു. എന്താ വിട പറഞ്ഞ സമയത്ത് ചൊല്ലിയത്? ലാ ഇലാഹ ഇല്ലല്ലാഹു ഫിർ റഫീഖിൽ അഅല. അവിടെയാണ് ഉന്നതമായ കൂട്ടുകാരനിലേക്ക്. ഇനി അതിൻ്റെ അർത്ഥം പറഞ്ഞില്ല നമ്മൾ. അപ്പോൾ അത് ചൊല്ലിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഹിജറ 11-ാം വർഷം റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച രാവിലെയായിരുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായത് എന്നാണ്? ഹിജറ 11-ാം വർഷം. എത്രാം വർഷം? 11-ാം വർഷം റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച രാവിലെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച രാവിലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നത്. ബനൂ സായിദ ഗോത്രക്കാരുടെ പന്തലിൽ സ്വഹാബികൾ ഒരുമിച്ച് കൂടി. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി തെരഞ്ഞെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുളിപ്പിച്ചു, കഫൻ ചെയ്തു, ജനാസ നിസ്കരിച്ചു. ബനൂ സായിദ ഗോത്രക്കാരുടെ പന്തൽ. ആരുടെ പന്തല? ബനൂ സായിദ ഗോത്രക്കാരുടെ പന്തലിൽ സ്വഹാബികൾ ഒരുമിച്ചുകൂടി. അവർ ആരെ ഖലീഫയായി തിരഞ്ഞെടുത്തു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി തിരഞ്ഞെടുത്തു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുളിപ്പിച്ചു, കഫൻ ചെയ്തു, ജനാസ നിസ്കരിച്ചു. വഫാത്തായ സ്ഥലത്ത് തന്നെ ബുധനാഴ്ച രാത്രി മറവ് ചെയ്തു. വഫാത്തായ സ്ഥലം എന്ന് പറഞ്ഞാൽ ആയിഷ ബീവിയുടെ വീട്. ആ വഫാത്തായ സ്ഥലത്ത് തന്നെ ബുധനാഴ്ച രാത്രി മറവ് ചെയ്തു. മസ്ജിദുൻ നബവിയിൽ പച്ച കുബ്ബക്ക് താഴെ അവിടുന്ന് അന്ത്യവിശ്രമം കൊള്ളുന്നു. നിങ്ങളൊക്കെ ഫോട്ടോത്തിൽ ചിലർ നേരിട്ടൊക്കെ കണ്ടിട്ടുണ്ടാവും മദീനയിലെ പച്ച കുബ്ബ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അവിടെ എത്താൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. മസ്ജിദുൻ നബവിയിലെ പച്ച കുബ്ബക്ക് താഴെ അവിടുന്ന് അന്ത്യവിശ്രമം കൊള്ളുന്നു. ഇഹലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സിയാറത്ത് ചെയ്യാനും പരലോകത്ത് അവിടുത്തെ ശഫാഅത്ത് ലഭിക്കാനും അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണമേ. ആമീൻ. റബ്ബി വർസുഖ്നാ സിയാറത്തഹു ഖബ്ല ഖബ്ളിർ റൂഹി വൽ ഖറജി. റബ്ബെ, റൂഹ് പിരിഞ്ഞിടും മുന്നേ നബിയോരെ സിയാറത്തേകിടണേന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരിക്കുന്നതിന് മുമ്പ് നബി തങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്യാനുള്ള തൗഫീഖിന് വേണ്ടിയുള്ള ദുആയാണത്. റബ്ബി വർസുഖ് ഇന്ന ബൈത്തൻ അൻത സാക്കിനഹു എന്ന് പറയുന്ന മംഗോസ് മൗലിദിലെ ബൈത്തിലുള്ള 2 വരിയാണത്. റബ്ബി വർസുഖ്നാ സിയാറത്തുഹു ഖബ്ല ഖബ്ളിർ റൂഹി വൽ ഖറജി എന്ന് പറയുന്ന ആ ബൈത്ത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. ഒന്നാമത്തെ നഖ്റ വനഫഹം വായിച്ച് മനസ്സിലാക്കാൻ. വഫാത്തുൻ മരണം, സൈഫുൻ വാള്, ഖബ്ബല ചുംബിച്ചു, ഫിർ റഫീഖിൽ അഅല എന്ന ഉന്നതമായ കൂട്ടുകാരനിലേക്ക്. സിയാറത്തുൻ സന്ദർശനം, ഖലീഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിനിധിയായി ഭരണം നടത്തുന്ന ആൾ, ഷഫാഅത്ത് ശുപാർശ. ബാക്കിയുള്ളത് വായിച്ച് മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ നുത്തർജിമു, പരിഭാഷപ്പെടുത്താനാണ്. അതാണ് അതിൻ്റെ അർത്ഥങ്ങൾ എഴുതണം. വാ കർബ അബാ, അതതിൻ്റെ അർത്ഥം ഉപ്പയുടെ വിഷമം. അടുത്ത മൻ കാന യഅ്ബുദു മുഹമ്മദൻ ഫ ഇന്ന മുഹമ്മദൻ ഖദ് മാത. നിങ്ങളാരെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാധിക്കുന്നുണ്ടെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായിരിക്കുന്നു. അടുത്തത് തിബ്ത ഹയ്യം വ മയ്യിത. തിബ്ത ഹയ്യം വ മയ്യിത, അങ്ങ് ജീവിതത്തിലും മരണത്തിലും എത്ര സംശുദ്ധൻ. ഇനി മൂന്നാമത്തെ നഖ്റ വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. അറബി മാസങ്ങളുടെ പേരാണ് കൊടുത്തിട്ടുള്ളത്. മുഹറം, സഫർ, റബിയുൽ അവ്വൽ, റബിയുൽ ആഖിർ, ജുമാദൽ ഊല, ജുമാദൽ ആഖിറ, റജബ്, ശഅബാൻ, റമളാൻ, ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ. അടുത്ത രണ്ടാമത്തെ കൊടുത്തിട്ടുള്ള കളറുകളുടെ പേരാണ്. അബീദ് വെളുപ്പ്, അസ്വദ് കറുപ്പ്, അഹ്മർ ചുവപ്പ്, അസ്ഫർ മഞ്ഞ, അസ്റഖ് നീല. ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി നാലാമത്തെ നുജീബ് ഉത്തരം എഴുതാനാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതറിഞ്ഞപ്പോൾ മദീനയുടെ അവസ്ഥ എന്തായിരുന്നു? ആൻസർ, മദീന പട്ടണം മരവിച്ചു പോയി. ചിലർ ബോധം കെട്ട് വീണു, ചിലർ വാവിട്ട് കരഞ്ഞു, ചിലർക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് വിവരം അറിഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഉമർ റളിയല്ലാഹു അൻഹു വാളെടുത്ത് ഉച്ചത്തിൽ പറഞ്ഞു, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായിട്ടില്ല. ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ ഞാൻ അവനെ കൊന്നുകളയും. മൂന്നാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായപ്പോൾ
പരിഭ്രാന്തരായ ജനങ്ങളെ ശാന്തരാക്കിയത് ആരാണ്? ആൻസർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. 4 എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്? ആൻസർ ഹിജ്റ 11-ാം വർഷം റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച. 5 എവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറവ് ചെയ്തത്? ആൻസർ വഫാത്തായ സ്ഥലത്ത് തന്നെ, അതായത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ. 6 അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി തിരഞ്ഞെടുത്തു എവിടെ വെച്ച്? ആൻസർ ബനു സായിദ ഗോത്രക്കാരുടെ പന്തലിൽ വെച്ച്. ഇനി 7-ാമത്തത്, എന്തു പറഞ്ഞാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനിപ്പിച്ചത്? ആൻസർ ലൈസ അല അബീക്ക് കർബുൻ ബഅദൽ മൗത്ത്. ഈ ദിവസത്തിന് ശേഷം നിൻ്റെ ഉപ്പാക്ക് വിഷമമില്ല മോളെ എന്ന് പറഞ്ഞു. 8 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി ഉരവിട്ടതെന്ത്? ആൻസർ ലാ ഇലാഹ ഇല്ലല്ലാഹു ഫിർ റഫീഖിൽ അഅ്ലാ എന്ന്. ഇനി 5-ാമത്തെ തഖ്സീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ കുറിച്ച് ഒരു പ്രസംഗം തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. പ്രസംഗം നോക്കാം. അസ്സലാമു അലൈക്കും. ആദരണീയരായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ എഴുന്നേറ്റ് നിന്നത്. നാഥൻ തൗഫീഖ് നൽകട്ടെ, ആമീൻ. ഹിജ്റ 11-ാം വർഷം സഫർ മാസ അവസാന ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പനി ബാധിച്ചു. പള്ളിയിൽ പോകാൻ കഴിയാതെ വന്നപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഇമാമായി നിശ്ചയിച്ചു. രോഗം കഠിനമായപ്പോൾ മറ്റു ഭാര്യമാരുടെ സമ്മതത്തോടു കൂടി ആയിഷ ബീവിയുടെ വീട്ടിൽ താമസമായി. അങ്ങനെ ആയിഷ ബീവിയുടെ ശരീരത്തിൽ ചാരിയിരുന്ന് മിസ്വാക്ക് ചെയ്ത് ലാ ഇലാഹ ഇല്ലല്ലാഹു ഫിർ റഫീഖിൽ അഅ്ലാ എന്ന് ചൊല്ലി ഹിജ്റ 11-ാം വർഷം റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. വിവരമറിഞ്ഞ് മദീന പട്ടണം മരവിച്ചു പോയി. ചിലർ ബോധം കെട്ട് വീണു, ചിലർ വാവിട്ട് കരഞ്ഞു, ചിലർക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. കേട്ടത് ശരിയാണോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായെന്നോ? ജീവിതത്തിൻ്റെ സന്തോഷമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാതെ എങ്ങനെ ജീവിക്കും? ഉമർ റളിയല്ലാഹു അൻഹു വാളെടുത്ത് ഉച്ചത്തിൽ പറഞ്ഞു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടില്ല. ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ ഞാൻ അവരെ കൊന്നുകളയും. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അന്ത്യചുംബനം നൽകി. തുടർന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാധിക്കുന്നുണ്ടെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായിരിക്കുന്നു. നിങ്ങൾ അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അവനെന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവന് മരണമില്ല. അബൂബക്കർ തങ്ങളെ നസീഹത്ത് കേട്ട് എല്ലാവരും ശാന്തരായി. തുടർന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി തിരഞ്ഞെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് ജനാസ നിസ്കരിക്കുകയും വഫാത്തായ സ്ഥലത്ത് തന്നെ ബുധനാഴ്ച രാത്രി മറവ് ചെയ്യുകയും ചെയ്തു. ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മെ എല്ലാവരെയും സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതോടെ പാഠത്തിലെ തദ്രീബാത്ത് അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.